നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ ചൊവ്വര സ്വദേശി സൂരജാണ് മരിച്ചത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ സർക്കാരിനും പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിർമ്മാണം പ്രവൃത്തികൾ വിലയിരുത്തുമ്പോൾ 70% പ്രവൃത്തി പൂർത്തീകരിച്ചതായി റിപ്പോർട്ട്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ ചൊവ്വര സ്വദേശി സൂരജാണ് മരിച്ചത്. ആന ഇടഞ്ഞതിനെ തുടർന്നാണ് സൂരജിനെ ചവിട്ടിയത്. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. 5 ആനകൾ പങ്കെടുത്ത ശീവേലിയിൽ തിടമ്പേറ്റിയ ചിറക്കൽ ശബരിനാഥൻ എന്ന ആനയായിരുന്നു ഇടഞ്ഞത്. ആനപ്പുറത്തുണ്ടായ 3 പേരിൽ ഒരാൾ താഴെ വീണു. ആന വിരണ്ടതോടെ മറ്റൊരാന കൂടി ഓടി. ഇത് കണ്ട് പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടുകയായിരുന്നു. ഈ ഓട്ടത്തിനിടയിലാണ് പലർക്കും പരിക്കേറ്റത്. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ആനകളുടെ മുൻഭാഗത്ത് നിന്ന് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്ന സൂരജിനെ ആന തട്ടി വീഴ്ത്തുകയായിരുന്നു. ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ സർക്കാരിനും പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. മാർ ജോസഫ് പാംപ്ലാനിയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ സർക്കാരിനും പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. പ്രതിഷേധക്കാർ ആരെങ്കിലും പള്ളിക്കുള്ളിൽ താമസിക്കുന്നുണ്ടോ എന്ന് സർക്കാർ അറിയിക്കണം. 4 പേർ കൂടി പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവമുണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്നിട്ടാണ് ഇത്തരം തർക്കമെന്നും ഹൈക്കോടതി വിമർശിച്ചു. ആരാധനാലയത്തിനുള്ളിൽ വിശ്വാസികൾ ആരും താമസിക്കാൻ പാടില്ല. പള്ളി അതിനുള്ളതല്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി അടുത്ത വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ബസിലിക്കയ്ക്കുള്ളിൽ അനധികൃതമായി പ്രതിഷേധിക്കുന്നവരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ മാർ ജോസഫ് പാംപ്ലാനി ഹൈക്കോടതിയെ സമീപിച്ചത്. മീഡിയ ടൈം, കൊച്ചി. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിർമ്മാണം പ്രവൃത്തികൾ വിലയിരുത്തുമ്പോൾ 70% പ്രവൃത്തി പൂർത്തീകരിച്ചതായി കണക്കാക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി പഠന റിപ്പോർട്ടായി പുറത്തുവിട്ടിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിഭാഗം കുട്ടികൾ. കേരളത്തിൽ ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റിൽ ബോക്സ് ഗർഡർ ലോഞ്ചിംഗ് ഉപയോഗിക്കുന്നത്. ഇതുമൂലം അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാനും പരമ്പരാഗത രീതിയിൽ നിർമ്മാണം നടത്തുമ്പോൾ മാലിന്യം കായലിൽ വീഴുന്നത് തടയാനും കഴിയും. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും. നിലവിൽ പാലത്തിന്റെ 205 പൈൽ ഫൗണ്ടേഷനും പൂർത്തീകരിച്ചു. പൈൽ ക്യാപ്പ 38 എണ്ണത്തിൽ 33 എണ്ണവും പിയർ 61 എണ്ണത്തിൽ 41 എണ്ണവും പൂർത്തിയായി. കൂടാതെ അഴീക്കോട് ഭാഗത്ത് 118.55 മീറ്റർ നീളത്തിൽ ബീമും സ്ലാബും പൂർത്തിയാക്കിയിട്ടുണ്ട്. സെഗ്മെന്റ് ബോക്സ് 216 എണ്ണത്തിൽ 108 എണ്ണം പൂർത്തിയായി. അഴീക്കോട് ഭാഗത്ത് 4 സ്പാൻ ബോക്സ് ഗർഡർ ഉയർത്തി ബലപ്പെടുത്തി. നിലവിൽ 5ാമത്തെ സ്പാൻ സെഗ്മെന്റുകൾ ലിഫ്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മുനമ്പ ഭാഗത്ത് സ്ലാബ് കോൺക്രീറ്റിങ്ങിനുള്ള സ്റ്റീൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. ഇതുവരെ ആകെ നടന്ന നിർമ്മാണം പ്രവൃത്തികൾ വിലയിരുത്തുമ്പോൾ 70% പ്രവൃത്തി പൂർത്തീകരിച്ചതായി കണക്കാക്കാം. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2ാം വർഷ ഡാപ്സ് പേഴ്സൺ സിവിൽ വർക്സിലെ 17 വിദ്യാർത്ഥികളും വൊക്കേഷണൽ ടീച്ചർ ആർ കൃഷ്ണപ്രിയ, ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി ഹബീബ് എന്നിവരുടെ നേതൃത്വത്തിലെ സംഘമാണ് ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായി അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി, പ്രൊജക്ട് എഞ്ചിനീയർമാരായ നവനീത് ദാസ്, ബിബിൻ TP, സൈറ്റ് ജനറൽ മാനേജർ വിനയ്കുമാർ എന്നിവരുടെ സഹായത്തോടെയാണ് കുട്ടികൾ പഠന റിപ്പോർട്ട് പൂർത്തിയാക്കിയത്.
മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പൂപ്പത്തി മടത്തിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. കാഴ്ച ശീവേലി, മേളം, നടക്കൽപ്പറ, മേജർ സെറ്റ് പഞ്ചവാദ്യം, ദീപക്കാഴ്ച തുടങ്ങി ചടങ്ങുകൾ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിൽ തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ജനുവരി 24, 25, 26 തീയതികളിൽ തിരുനാൾ ആഘോഷിക്കും. 23 വൈകിട്ട് 2027 തിരുനാൾ പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. ശനിയാഴ്ചയാണ് വീടുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ്. രാത്രി 9:30 അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ സമാപിക്കും. ജനുവരി 26 തിങ്കളാഴ്ച ടൗൺ അമ്പ് ആഘോഷിക്കും. രാവിലെ 10 അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ നിന്നും ആരംഭിക്കും. പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ജോർജ് പാറേമൻ, പീറ്റർ പാറേക്കാട്, ജോൺ ജെ ചെല്ലക്കുടം, തോമസ് പഴയാറ്റിൽ, സാബു പോൾ, ലിജോ പ്ലാക്കൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ശനിയാഴ്ച രാവിലെ 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിവിധ കുടുംബ സമ്മേളന യൂണിറ്റുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പ് നടത്തപ്പെടുന്നു. അമ്പ് എഴുന്നള്ളിപ്പ് 9:30 മണിയോടുകൂടെ തിരിച്ച് പള്ളിയിൽ പ്രവേശിക്കുന്നു. വാദ്യമേള ഘോഷങ്ങൾ ആസ്വദിക്കാനും ആകാശ വിസ്മയ കാഴ്ച കാണാനും പ്രിയമുള്ള നാട്ടുകാർക്കും ഇടവാങ്ങൾക്കും അവസരമുണ്ടായിരിക്കും. തിരുനാളിൻ്റെ ഏറ്റവും പ്രധാന ദിനം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30 പതിവനുസരിച്ചുള്ള വിശുദ്ധ കുർബാനകൾ, 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന. ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചെറിയച്ചൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ സന്ദേശം ഡോക്ടർ ആൻഡോ ചുങ്കത്ത് നൽകുന്നതായിരിക്കും. അമ്പ് ഗ്രാമമൊരുക്കാൻ കുഴൂർ തെക്കൻ താണിശ്ശേരി ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രാദേശിക ഉത്സവം അമ്പ് ഗ്രാമം ജനുവരി 24, 25, 26, 27 തീയതികളിൽ നടക്കും. കുഴൂർ സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 4 മുതൽ 10 മണി വരെയാണ് അമ്പ് ഗ്രാമത്തിന്റെ പ്രവർത്തന സമയം. ഭക്ഷ്യമേള, വ്യാപാര വിപണന മേള, ദീപാലങ്കാരം, താളമേളങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക്, പുഷ്പമേള എന്നിവയാണ് അമ്പ് ഗ്രാമത്തിൽ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് KP വിൽസൺ കണ്ടംകുളത്തി, ലിൻസൺ പോൾ, ഫെബിൻ തെറ്റയിൽ, ഡോക്ടർ പീറ്റർ വർഗീസ്, CK ഫ്രാൻസിസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷവും അമ്പുഗ്രാമം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് അമ്പുഗ്രാമം നമ്മുടെ തെക്കനാശ്ശേരി പള്ളി വികാരി ഡോക്ടർ നെവിൻ ഓട്ടോക്കാരനാണ് നാടകക്കുറിച്ച് ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്നത്. അന്നത്തെ ദിവസം വൈകുന്നേരം 7 മണിക്ക് ഉദ്ഘാടന സമ്മേളനവും വിവിധ കലാപരിപാടികളും, അതിനുശേഷം ഞായറാഴ്ച 25-ാം തീയതി ഞായറാഴ്ച സാംസ്കാരിക സന്ധ്യയും, അതിനുശേഷം ചാലക്കുടി പ്രസിദ്ധ അവതരിപ്പിക്കുന്ന നാടൻപാട്ടും കലാവിരുന്നുമായിരിക്കും. നമ്മുടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ പങ്കെടുക്കുകയും അതിനുശേഷം മെഗാ ഷോ ആണ് അന്നത്തെ പരിപാടി. ജനുവരി 27-ാം തീയതി സമാപന ദിവസമാണ്. ജനുവരി 27-ാം തീയതി സമാപന സമ്മേളനത്തിൽ നമ്മുടെ വിവിധ നാനാജാതി മത്സരങ്ങൾ ഉൾപ്പെടുത്തി. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാൾ ജനുവരി 26 വരെ ആഘോഷിക്കും. ജനുവരി 23-ാം തീയതി നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ആളൂർ പോലീസ് സ്റ്റേഷൻ SHO B ഷാജുമോൻ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 25-ാം തീയതി തിരുനാൾ ദിവസം തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫ്രീജോ പാറയ്ക്കൽ സന്ദേശം നൽകും. 26-ാം തീയതി തിങ്കൾ രാത്രി 11-ന് ടൗൺ അമ്പുകൾ പള്ളിയിൽ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, ജനറൽ കൺവീനർ ജോബിൻ അരിക്കാട്ട്, സണ്ണി കണ്ണകുന്നി, ഡോക്ടർ സണ്ണി ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു.
ചരിത്ര വായനകളാണ് മനുഷ്യരെ പ്രബുദ്ധരാക്കുന്നതെന്ന് എം സ്വരാജ്. ഇന്ത്യ ദാരിദ്ര്യത്തിന്റെയും അസമത്വത്തിന്റെയും റിപ്പബ്ലിക്കായി മാറുന്നു എന്ന് എം സ്വരാജ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശരിയായ രാഷ്ട്രീയ ബോധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നാട് എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് വർഷം തോറും മുടങ്ങാതെ നടത്തുന്ന പുസ്തകോത്സവത്തിൻ്റെ കൂടി ഭാഗമായി കൈവന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ ഔന്നത്യമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അങ്ങനെയോ ആയിരിക്കാം. നമ്മുടെ കാലം കൂടുതൽ അപകടകരമാം വിധം വളരെ അസ്വീകാര്യമായ യാഥാർത്ഥ്യങ്ങളെയാണ് മുൻപോട്ട് വയ്ക്കുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാറ്റിലും വിവാദ സാധ്യതകൾ മാത്രം അന്വേഷിക്കുന്ന മാധ്യമങ്ങളും മറ്റു ചിലരും കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ട് എന്നാണ് തോന്നുന്നത്. സംഘാടക സമിതി ചെയർമാൻ മുഷ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, സുമിത, നിസാഫ് TK, രമേശ് ബാബു, KP രാജൻ, TK രാജു, നൌഷാദ് കറുകപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എറിയാട് ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് കൊടിയേറി. ജനുവരി 27 വരെയാണ് ഉത്സവം. നാരായണൻകുട്ടി തന്ത്രി കൊടിയേറ്റം നിർവഹിച്ചു. ശ്രീഭൂതബലി, ദേവി ഭാഗവതം, സർവൈശ്വര്യ പൂജ, പൊങ്കാല സമർപ്പണം, പള്ളിവേട്ട മഹോത്സവം, പകൽപൂരം, ആറാട്ട് മഹോത്സവം, ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, മംഗളപൂജ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ ചൊവ്വര സ്വദേശി സൂരജാണ് മരിച്ചത്. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കത്തിൽ സർക്കാരിനും പ്രതിഷേധക്കാരായ വിശ്വാസികൾക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിർമ്മാണം പ്രവൃത്തികൾ വിലയിരുത്തുമ്പോൾ 70% പ്രവൃത്തി പൂർത്തീകരിച്ചതായി റിപ്പോർട്ട്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.